ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും മീഡിയം വ്ളോഗ് ആൻഡ് ടെക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന കാർ ഫോർസിൽ എന്ന ഗെയിമാണ്. സോ നമ്മളിപ്പോൾ നമ്മുടെ കണ്ടെയ്നറിലാണ് കിടക്കുന്നത്. സോ അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ബാങ്ക് ബാലൻസ് കാണിച്ചു തരാം. കുറേ ഞാൻ ഈ ഗെയിം കളിക്കുന്നു കേട്ടോ. അപ്പം ബാങ്ക് ബാലൻസ് പറയുന്നത് ഇപ്പം ഏകദേശം 5,69,148 ആണ്. 50 പൈസയും കൂടി ഉണ്ട്. ടിപ്പായിട്ട് ഞാൻ ആ ബാങ്കിന് കൊടുത്തു. ഗൈസ് 50 പൈസ എൻ്റെ പോക്കറ്റിലുണ്ട്. അപ്പോൾ ഈ 50 പൈസയിലൊക്കെ എന്തിരിക്കുന്നു എന്നൊക്കെ നിങ്ങളത് വിചാരിക്കും. പക്ഷേ 50 പൈസയിലും കാര്യമുണ്ട്. അപ്പം 50 പൈസ കൂടുമ്പോഴാണല്ലോ 1 രൂപയാകുന്നത്. എത്ര രൂപകൾ കൂടിയാണ് കോടികൾ ലക്ഷങ്ങളുണ്ടോ അതിലൊക്കെ 50 പൈസ ഇല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ പേഴ്സണൽ വണ്ടി. ഔഡി TT ആണ്. ഓറഞ്ച് കളറാണ് വണ്ടി. നമ്മൾ മോഡിഫൈ ചെയ്ത വണ്ടിയാണ്. ബോഡി കിറ്റ് ചെയ്തിട്ടുണ്ട്, എക്സോസ്റ്റ് മാറ്റിയിട്ടുണ്ട്, ഹെഡ്ലൈറ്റ് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്, സ്പോയിലറും വെച്ചിട്ടുണ്ട് ഗൈസ്. അലോയ് ഒരു ബ്ലാക്ക് കളർ അലോയ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആയിരുന്നു അത്. സോ നമ്മൾ ബ്ലാക്കിലേക്ക് മാറ്റിയിരിക്കുന്നതാണ്. വലിയൊരു സ്പോയിലറാണ് ഗൈസ് നമ്മൾ ബാക്കിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് അടിപൊളി പവറുള്ള വണ്ടിയാണ്. 100 കിലോമീറ്റർ ഇപ്പം തന്നെ കയറി. നമ്മൾ അതിൻ്റെ ഡ്രൈവിങ്ങിനെ പറ്റി പിന്നെ പറയണ്ടല്ലോ. എൻ്റെ കയ്യിൽ ഇപ്പം 4 പേഴ്സണൽ വണ്ടികളുണ്ട്. സോ അതിൽ ബെൻസ് ഇപ്പോൾ വർക്ക്ഷോപ്പിലാണ് കിടക്കുന്നത്. കാരണം ഞാൻ ഓടിച്ചതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. ഓടിച്ചുള്ള കാര്യം നിങ്ങൾക്ക് അറിയണോ? ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഉണ്ടാവും ഞാൻ വണ്ടി ഓടിച്ചാൽ ഗൈസ്. അപ്പം അങ്ങനെ കളിയൊക്കെ ഒന്നും വേണ്ട, നമ്മളൊക്കെ പ്രോ ഡ്രൈവേഴ്സാണ് ഗൈസ്. ഈ വണ്ടിയൊക്കെ ഞാൻ മോഡിഫൈ ചെയ്തിട്ട് എത്ര റേസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയുമോ? റേസിൽ പിന്നെ സ്റ്റിയറിംഗ് ഇല്ലാത്തതൊന്നും നന്ന്, ഇല്ലെങ്കിൽ മറ്റേ വണ്ടീനെ കൂടി എടുത്ത് ഞാനങ്ങ് പോയേനെ. നമുക്ക് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത 2 പേഴ്സണൽ വണ്ടികൾ കാണാം. ഈ വണ്ടി നമ്മൾ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ബെൻസ് അവിടെ ഷോറൂമിൽ കിടക്കുകയാണ്. സോ നമുക്ക് അതൊന്ന് പോയി വേഗം എടുത്തുകൊണ്ട് വരണം. ഒന്ന് സൈഡ് നോക്കി അതൊക്കെ അങ്ങ് നിർത്തിയിട്ടേക്കാം. ഒക്കെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് ഇറങ്ങി നമ്മുടെ ബെൻസ് എന്താണെന്ന് പോയി നോക്കട്ടെ ഗൈസ്. അപ്പോൾ അതിൻ്റെ പണി തീരാതിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെയല്ല, ഒരു പ്രശ്നമില്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു. നോക്കട്ടെ. ഓക്കെ ഗൈസ്, ബെൻസ് എന്താ ആരും പൊക്കാത്തത്? ഇത് ബെൻസ് എടുക്കുക പൊണ്ടായിട്ടാണ്. ക്രെയിൻ നിലത്താണുള്ളത്, പൊക്കിയിട്ടില്ല. ഗൈസ് ഇത് കുറേ ഉണ്ട് കേട്ടോ, നല്ല പണിയുള്ള വണ്ടിയാണ്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി എടുത്ത് നേരെ നമ്മുടെ ഷോറൂമിലോട്ട് പോകാം. അവിടെ 2-3 വണ്ടി വന്ന് കിടക്കുന്നുണ്ട്. സോ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയുടെ പവർ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അതിന് മുമ്പ് ഇതെന്തുകൊണ്ടാണ് ഞാൻ ബെൻസ് എടുത്തതെന്ന് കൂടി ഞങ്ങൾക്ക് പറഞ്ഞുതരാം. സോ 3, 2, 1 ഗോ. ഇതാണ് നമ്മുടെ ബെൻസിൻ്റെ പവർ. എന്താ എന്നാലും വണ്ടി എന്തായാലും സ്ലൈസ് അത് കുത്തിയിട്ടുണ്ട്. അപ്പം അടുത്താണ് നമുക്ക് ഒന്നുകൂടി വർക്ക്ഷോപ്പ് കയറ്റാം. സോ അവിടെ ലിഫ്റ്റ് ചോദിക്കുന്നത്. വണ്ടി ബ്രേക്ക് ഡൗൺ ആയെന്ന് തോന്നുന്നു. എന്തായിട്ടാ പ്രശ്നം? അയ്യോ, എൻ്റെ വണ്ടിയുടെ ടയറൊന്നും വാങ്ങിച്ചത്. ഇതിനൊന്ന് കുറച്ച് ഷോറൂം വരെ ഒന്ന് ഇറക്കി തരുമോ? ഇറക്കിത്തരാം. ഒരു 200 രൂപ തരേണ്ടി വരും. ഞാൻ 300 രൂപ തരാം, ഇറക്കി തരുമോ? എന്തായാലും അയാളും കൂടി നമ്മുടെ ഷോറൂമിലോട്ട് എത്തിയിട്ടുണ്ട്. എന്തായാലും വണ്ടി ബാക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. വണ്ടി കൂടി ഇറക്കാം. എന്തായാലും വണ്ടി തിരിക്കാനുള്ളതാണല്ലോ, അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കയറ്റിയിട്ട് തിരിക്കാം. സോ നമുക്ക് വണ്ടി ഒന്ന് ഇങ്ങോട്ട് ചരിച്ചിട്ട് നമുക്ക് വേറൊരു വണ്ടി എടുത്തിട്ട് പോവാം ഗൈസ്. നമുക്ക് വണ്ടി നിർത്തിയിട്ട് വേറൊരു വണ്ടി എടുത്ത് പോവാം. വണ്ടി ഇങ്ങോട്ട് അങ്ങ് നിർത്തിക്കിടാം. റെഡി. ഇനി കസ്റ്റമർ വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാം. ഞാനിപ്പോൾ അതിനെ ഇറങ്ങി, അയാളല്ലേ ഇറങ്ങണ്ടേ? അപ്പൊ കാണാം. സീ യു ബൈ. സോറി, നിങ്ങളല്ലേ ഇറങ്ങണ്ടേ? അതെ, ഇതാണ് ആളിറങ്ങാൻ വൈകി കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോകും. അപ്പം എന്തായാലും ഗൈസ് അയാൾ പോയിട്ടുണ്ട്. എന്തായാലും ഇവിടം വരെ വന്നല്ലേ, ഇന്ന് ഫ്രീ ആണ്. സോ നമുക്ക് വണ്ടികളൊക്കെ ഒന്ന് വാഷ് ചെയ്തിടാം. കുറേ സമയം എടുക്കും ഗൈസ്. അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം ഇനി. ഇപ്പോൾ ഗൈസ് എന്തായാലും നമ്മുടെ വണ്ടികളെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ വർക്കർ കഴുകും, പക്ഷേ വെറുതെ ഇന്ന് ഫ്രീ ആയതുകൊണ്ട് ഞാൻ തന്നെ കഴുകിയതാണ്. നമ്മുടെ ബെൻസ് ഡോഡ്ജൊക്കെ കഴുകിയിട്ടിട്ടുണ്ട്. നമുക്ക് ഷോറൂം ക്ലോസ് ആണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് പോയി നോക്കട്ടെ. ഷോറൂം ക്ലോസ് ആണ്. ഓപ്പൺ ചെയ്തിട്ടേക്കാം. ഇവിടെ 1, 2, 3, 4, 5, 6, 7 വണ്ടി ഇപ്പോൾ സെയിലിനുണ്ട്. സോ നമുക്ക് ഒന്നും പൊട്ട് ചെയ്തിട്ട് സെയിൽ ഇട്ടിട്ടില്ല. നമുക്കൊക്കെ ഒന്ന് സെയിൽ ഇടണം. അതിന് മുമ്പ് നമുക്ക് 2-3 വണ്ടി കൂടി കളക്ട് ചെയ്യാറുണ്ട്. സോ നമുക്ക് അല്ല ഗൈസ്, ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമുക്കൊന്ന് ഓപ്ഷനിൽ പോയി നോക്കാം. 2 മണിക്കാണ് 2:30 ആയി.
ഭാഗ്യം. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു വണ്ടി കാണിച്ചു. നമുക്ക് വേഗം ഒരു ടിക്കറ്റ് എടുക്കുക, പോയിരിക്കുക. വേഗം ടിക്കറ്റ്. ചേട്ടാ ഒരു ടിക്കറ്റ്. ഒരു 300 രൂപ. 300 രൂപയോ? ഭഗവാനേ. വേഗം കയറാം. നമുക്ക് ക്യാഷ് മിനി കൂപ്പർ ഉണ്ട്. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ ഓക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഫസ്റ്റ് ഒരു 6870 ആ യെസ് ഓക്കെ. ആ വണ്ടി റെഡി ആയിട്ടുണ്ട്. അടുത്ത വണ്ടി ഒരു കൊറോളയാണ്. സോ അത് നമുക്ക് വേണം. നമുക്കതെടുക്കാം. നല്ല അടിപൊളി പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് വേഗം അങ്ങ് പൊക്കിയേക്കാം. വേഗം വാ. ഓക്കെ, ഇങ്ങനെ ആ വണ്ടി കിട്ടിയിട്ടുണ്ട്. അവസാനത്തെ ഒരു ഡോഡ്ജിൻ്റെ റാമ് വന്നിട്ടുണ്ട്. സോ അതും കൂടി അങ്ങ് എടുത്തേക്കാം. വേഗം ഡോഡ്ജ് റാമാണ്. അതൊരു ഫോർഡിൻ്റെ വണ്ടിയാണെന്ന് തോന്നുന്നു. ഡോഡ്ജ് അല്ല. നമുക്കെന്തായാലും ഒരു സ്കിൽ പോയിൻറ്റും കിട്ടിയിട്ടുണ്ട് കേട്ടോ. 3 വണ്ടിയും എടുത്തു. നമുക്ക് ഈ ഗെയിമിൻ്റെ അകത്ത് മറ്റേ ഗെയിമിലുണ്ടോ അറിയില്ല, ഒരു പുതിയ ഫീച്ചർ വന്നിട്ടുണ്ട്, ഓൺലൈൻ ടോ എന്ന് പറയുന്നു. അപ്പോൾ അതായത് നമുക്ക് ഇതിൻ്റെ ടാബിനകത്ത് സൈഡിൽ കാണാം ഓൺലൈൻ ടോ. അത് ക്ലിക്ക് ചെയ്യണം നമ്മൾ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് കാണിച്ചു തരും. എന്താ അതിനകത്ത് ചെറിയൊരു ലാഗ് ഉണ്ട്. ഓക്കെ, നമുക്കൊന്നുകൂടി എടുത്ത് നോക്കാം. നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് താഴെ പോയി നമ്മളിപ്പോൾ എടുത്ത വണ്ടികളൊക്കെ കാണാം. ആദ്യം നമുക്ക് ഈ SUV കൊറോളയും നമ്മൾ ടോ ചെയ്തിട്ട് പെയ്ഡാണ് കേട്ടോ ഗൈസ്. നമുക്ക് $1000 കൊടുക്കണം. സോ നമുക്ക് മിനി കൂപ്പർ ഓടിക്കാം. ഈ സിറ്റിയിൽ വന്ന് ഞാൻ കുറേ നാളായി ഇതുവരെ മിനി കൂപ്പർ ഓടിച്ചിട്ടില്ല. സോ നമുക്കൊന്ന് മിനി കൂപ്പർ ഓടിക്കണം. സോ മിനി കൂപ്പർ എടുത്ത് നേരെ ഷോറൂമിലോട്ട് പോകാം ഗൈസ്. സ്റ്റാർട്ടാവത്ത് സൗണ്ടൊക്കെ അടിപൊളിയുണ്ട് ഗൈസ്. നമ്മൾ സൗണ്ടൊന്നും കേട്ട് നോക്കണേ. നമ്മൾ റോട്ടിലോട്ട് ഇറങ്ങി കളിച്ചാൽ അടിപൊളി സൗണ്ടാണ് ഗൈസ്. മോനെ അടിപൊളി സൗണ്ട്. കുറച്ചിട്ടേക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ഷോറൂമിലോട്ട് വേഗം അങ്ങ് പോവാം ഗൈസ്. ഓക്കെ, നമ്മളെന്തായാലും ഷോറൂമിലോട്ട് എത്തി. നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാം. ഇങ്ങോട്ട് കയറ്റി പാർക്ക് ചെയ്യാം ഗൈസ്. ഫ്രണ്ട് എടുത്ത് പാർക്ക് ചെയ്യാം. നമ്മൾ ഇങ്ങോട്ട് കയറ്റി വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇനി ബാക്കി നമ്മൾ ടോ ചെയ്ത വണ്ടി കൂട്ടി ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. എല്ലാ വണ്ടികളും സെയിലിട്ട് വന്നപ്പോഴത്തേക്ക് രാത്രിയായി. സോ നമുക്ക് എന്തായാലും ഇനി വീട്ടിലോട്ട് പോവാം. ഓഫീസ് അടച്ചിട്ടുണ്ട്. നമുക്ക് ഇനി നേരെ ഒരു വണ്ടി എടുത്ത് വീട്ടിലോട്ട് പോവാം. ഏത് വണ്ടി എടുക്കുക? ഔഡി എടുക്കാം ഗൈസ്. ഔഡി Q7. ഈ വണ്ടി റെഡ് എടുക്കാം. ഇതും ബെൻസ് വളരെ നല്ല പവർഫുൾ വണ്ടിയാണ് കേട്ടോ. ബ്ലൂ ലൈറ്റ് ആട്ടോ ഗൈസ്. ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ബ്ലൂ ലൈറ്റാണ്. ഇതിലും നമ്മൾ കിറ്റ്, എക്സോസ്റ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സൗണ്ട് കേട്ടോ ഗൈസ്, ഡീപ്പൊരു സൗണ്ടാണ്. സോ നമുക്ക് തന്നെ നേരെ വീട്ടിലോട്ട് പോവാം. ഓക്കെ, ശരി, വണ്ടി വന്ന് ചാടിയതാണ്. സോ നമുക്ക് ഇതേ നമ്മളെ വീട്ടിലോട്ട് ഇനി വേഗം പോവാം. സോ വണ്ടി അത്യാവശ്യം നല്ല പവർഫുള്ളാണ്. ഒപ്പം നല്ല ലുക്ക് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഇവനെ ഇത് യാതില്ല. ഓ ഗൈസ്, ചെറിയൊരു ആക്സിഡൻ്റ് ആണ്. സാറില്ല, അതാണ് ശരിയായിട്ട് അതേ കാര്യമെന്താണ്. അതുകൊണ്ട് നമ്മളെ വീട്ടിലെത്താനായിട്ടുണ്ട്. സോ നമ്മളെ വീട്ടിലോട്ട് കയറാം. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് രാവിലെ ആയിട്ടുണ്ട്. സോ നമ്മളിവിടെ ഒരു റൈസ് ഉണ്ട് ഗൈസ്. നമുക്കൊരു റൈസ് വെക്കാം. സോ നമുക്ക് ജയിക്കുകയാണെങ്കിലോ 170 ബെറ്റ് വെച്ചിരിക്കുന്നത്. സോ നമുക്ക് വേഗം പോയിട്ട് ഈ റേസ് അങ്ങ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ആ വക സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഗൈസ് റേസ് തുടങ്ങാനായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എടാ എന്നെ കൂടെ കൊണ്ടുപോടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ വണ്ടുത്തിരി പറഞ്ഞാലേ കൊടുത്തുള്ളൂ കേട്ടോ. അതൊക്കെ പോടാ.
മറ്റേണെങ്കിൽ അവനെ കാണുന്നില്ലല്ലോ ഗൈസ്. അത് ഇഴഞ്ഞു വരുന്നു. ഒഴിച്ചു കൊടുക്കണം മനുഷ്യനും മനസമാധാനമായി. അങ്ങനെ ഗൈസ് നമ്മൾ ഈ റേസിലും ജയിച്ചിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ സിറ്റിലോട് തിരിച്ച് പോവാം. എന്തൊരു ലാഗാണ് ഗൈസ് ഇത്. ഓ, ലോഡിങ് 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 ലോഡിങ്. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മുടെ സിറ്റിലോട് തിരിച്ചെത്തിയിട്ടുണ്ട്. ഓഫീസ് ക്ലോസ് ആണല്ലേ, ക്ലയൻറ്റിന് വരാൻ പറ്റുന്നിട്ടാണ് മെസ്സേജ് വന്നത്. സോ നമുക്ക് നേരെ നമ്മുടെ ഓഫീസിൽ പോയിട്ട് നമ്മുടെ തുറന്നു കൊടുക്കാം. ഞാനിപ്പോൾ തന്നെ ഇടം വരെ വന്നു. എനിക്കൊരു കൺട്രോൾ കിട്ടുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. സാറേ, ഈ മാസത്തെ ശമ്പളം കിട്ടിയില്ല. അതെനിക്ക് വേണ്ടി വെറും 4500. അതേ, നിന്റെ ശമ്പളം 450 അല്ലേ? അയ്യോ സോറി, പറഞ്ഞപ്പോ ഒരു 0 കൂടി പോയതാ. അങ്ങനെ കൂട്ടണ്ട കേട്ടാ. ഓക്കെ, എല്ലാ വണ്ടിയും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരം ഇവിടെ ചിരുട്ടാവാനായിട്ടുണ്ട്. അല്ല, നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. 8 മണിയായി. കുറേ വണ്ടി ഉണ്ട് കേസ് ഇവിടെ. ഇത് നമുക്ക് തന്നെ ക്ലീൻ ചെയ്യാം. അയാൾ വണ്ടി ക്ലീൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ട്രാഷ് ബിന്നിൽ കൊണ്ടോ കളഞ്ഞിട്ട് വരാം. ഇവിടെ വഴിയില്ലേ? ആ, ഇവിടെയാണ് വഴി. ഓക്കെ ഗൈസ്, ഈ കസ്റ്റമർ വരുന്നുണ്ട്. എല്ലാം അങ്ങ് ഡീൽ ചെയ്യാം. ഓക്കെ കസ്റ്റമർ, കമാൺ കമാൺ കസ്റ്റമർ കമാൺ. ഓക്കെ ഗൈസ്, സാർ ഈ വണ്ടിയിൽ ജെറ്റ് പാക്ക് ഉണ്ട്, ബൂസ്റ്ററിൻ്റെ പോലെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്താ? ഓക്കെ, ഞാൻ ഈ പ്രാവശ്യം ഈ വണ്ടി എടുത്തോളാം. ഓക്കെ സാർ, താങ്ക് യു സാർ, വിസിറ്റ് അഗെയിൻ, ബൈ. ഓക്കെ, ജസ്റ്റ് ഒന്ന് മാർഗെയിൻ ചെയ്താലോ? അയാൾ ചെറിയ പ്രൈസാണ് എടുത്തത് കേട്ടോ. അയാൾ പറഞ്ഞ് ഈ പ്രൈസിന് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഒരു 750 രൂപയ്ക്ക് ഈ വണ്ടി എടുക്കാന്ന് പറഞ്ഞത്. നമ്മളത് ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഇയാൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് മനസ്സിലാവില്ല. നമ്മൾ $5 ഈ വണ്ടി അങ്ങ് കൊടുത്ത്. അല്ല പിന്നെ അടുത്ത ആൾ വന്നിട്ടുണ്ടല്ലോ ഇവിടെ. ഓക്കെ, അത് നമ്മൾ ഓഫറിൽ കൊടുത്താട്ടോ ആ വണ്ടി. നല്ല വണ്ടിയാണ് ഗൈസ് അത്. ഓക്കെ, ഇവിടെ എന്താണ് സാർ വേണ്ടത്? 3 പേർക്ക് അപ്പം, പിന്നെ ചേട്ടൻ പറഞ്ഞ കറി. മാതിരി ചോദ്യം കൊണ്ടങ്ങ് അങ്ങോട്ട് വന്നാലില്ലല്ല. സോറി സാർ, അപ്പോഴത്തെ ഒരു ഫ്ലോയിൽ പറഞ്ഞു വരുന്നതാണ്. അപ്പം നമുക്കൊരു 38,000 അങ്ങ് പിടിച്ചാലോ? 10,000. ഓക്കെ. അപ്പോൾ ഗൈസ്, അയാൾ എന്തായാലും വണ്ടി നോക്കി പോയിട്ടുണ്ട്. അടുത്ത കസ്റ്റമർ വന്നു. സോ അയ്യോ, ഇയാളോട് അങ്ങനെ ചോദിച്ച് വെറുതെ പ്ലിങ് ആവണ്ട. സോ ചേട്ടാ, ഈ വണ്ടിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. ചേട്ടൻ എത്രയാണ് തരാൻ ആഗ്രഹിക്കുന്നത്? 1,44,000. 1,00,000 എത്ര ചോദിക്കുക? 1,80,000 പറ്റുമോ? ആ ബെസ്റ്റ്. അങ്ങനെ വന്നാൽ നമുക്കൊരു 1,70,000 എങ്കിലും പ്ലീസ് അഡ്ജസ്റ്റ് ചെയ്തോടെ? അങ്ങനെ പറ, റെഡി. അപ്പോൾ അയാൾ എന്തായാലും താത്തി പറഞ്ഞ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. സോ നമുക്ക് അടുത്ത വണ്ടി വന്നിട്ടുള്ള കസ്റ്റമറിനോട് ഡീൽ ചെയ്യാം. ഇയാളെന്താ കാറിനകത്ത് കയറിയിരിക്കുന്നത്? എടുക്കാൻ പോലെ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടി ഇരുന്നതാണ്. വണ്ടി വാങ്ങിയിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്താൽ മതി. ആ, അയാൾ വണ്ടി എടുത്തുകൊണ്ട് പോയി. പിന്നെ ആരാ പറഞ്ഞ്? ഇവിടെ ഉണ്ട്, SUV വാങ്ങാനാന്ന് തോന്നുന്നു. ഓക്കെ, 30,000 ചേട്ടാ പ്രൈസ്. 23 25 വേണ്ട ചേട്ടാ? 25? ഞാൻ ആലോചിക്കട്ടെ. എടുത്തോളാം. അങ്ങനെ ആ വണ്ടിയും വിറ്റുപോയി ഗൈസ്. ഇനിയിപ്പോൾ ഏത് വണ്ടിയാണ് വെക്കാനുള്ളത്? അതിന് കസ്റ്റമറൊന്നുമില്ല. നമുക്കൊന്ന് കാർ മാർക്കറ്റ് വരുന്നു പോയാലോ? അല്ല വേണ്ട, അടുത്ത കസ്റ്റമർ വന്നിട്ട് പോവാം. നമ്മൾ കാർ മാർക്കറ്റ് എടുത്തിട്ട് ഒരു വണ്ടി നോക്കിയിട്ടുണ്ട്. ഇതാണ് വണ്ടി. സോ നമുക്കത് ബുക്ക് ചെയ്തേക്കാം. അപ്പോൾ ഗൈസ്, ഫുൾ ക്യാഷ് കൊടുത്ത് നമ്മൾ വണ്ടി അങ്ങ് പോക്കി റിസ്പോൺ അടിക്കാം. നമ്മളിവിടെ ടെലിപ്പോർട്ടായി വന്നിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ഓക്കെ, നമുക്ക് വണ്ടി നേരെ നമ്മുടെ ഷോറൂം കയറ്റി സെയിലിൽ അങ്ങ് ഇട്ടേക്കാം. വണ്ടി പേഴ്സണലാക്കാനായിരുന്നു നോക്കി. പിന്നെ ബാക്കിലൊക്കെ എനിക്ക് അത്ര ഇഷ്ടമല്ല. ഫ്രണ്ട് ഓക്കെയാണ്, ബാക്ക് അത്ര പോരാ.
ഓക്കെ ഇയാൾ വന്നിട്ടുണ്ട്. EPS ഉണ്ട്. അതൊക്കെ ഉണ്ട്, എനിക്ക് അറിയാവുന്നതുകൊണ്ടല്ലേ ഞാൻ വെക്കാൻ വെച്ചത്. 28 എടുത്തോണ്ട് പോട്ടെ, നമുക്ക് നഷ്ടമാണ്, എന്നാലും പോട്ടെ. അയ്യോ എനിക്ക് ഇന്നത്തെ ദിവസം ഭയങ്കര ടയേർഡാണ് ഗൈസ്. വണ്ടിക്ക് ഓടിച്ച മനുഷ്യ ഒരു ഡ്രൈവറെ വെക്കണം. എൻ്റെ വണ്ടി ഇവിടെ സെയിലിനിടാണ്ട്, അത് മുഴുവൻ സെയിലിനിട്ടേക്കാം. ഈ വണ്ടി 3 ലക്ഷത്തിനാണ് ഞാൻ എടുത്തത്, നമ്മളൊരു 5 ലക്ഷത്തിന് അങ്ങ് കിട്ടുന്നു. ആരും വാങ്ങുന്നില്ല, ഒരു 40-ന് വാങ്ങുമായിരിക്കും, അല്ല ഒരു 4 ലക്ഷത്തിന് വാങ്ങുമായിരിക്കും. സോ നമുക്കൊരു 5 ലക്ഷത്തിന് ഇട്ടേക്കാം. പിന്നെ ഒരു BMW കിടക്കുന്നുണ്ട് ഇവിടെ. സോ അത് നമ്മളൊരു എത്ര രൂപയ്ക്കപ്പെടുക, ഒരു 60,000 കിടന്നോട്ടെ. അത്രയേ ഉള്ളൂ. നമ്മളെന്തായാലും നേരെ ഇനി നമുക്ക് പോവാം ഗൈസ്. നമുക്ക് വീട്ടിൽ പോയാലോ? അല്ലേ വേണ്ട ഗൈസ്, അടുത്ത കസ്റ്റമർ വന്നു. ഇയാൾ ഇത് വണ്ടിയാണ് നോക്കുന്നത്. ഇയാൾ ഈ വണ്ടിയാണ് നോക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് ഇയാളോട് ഇതും കൂടി ഡീൽ ചെയ്തിട്ട് നമ്മുടെ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. ഇന്ന് വളരെ ടയേർഡാണ്. ഒന്നാമത്തെ കാര്യത്തിൽ വലിയ ലോങ് വീഡിയോ ആണ്. സോ പ്ലീസ് അഡ്ജസ്റ്റ്മെൻറ്റേ. അപ്പോൾ നമ്മുടെ ADN മോട്ടോഴ്സ് എന്നാണ് നമ്മളെ ചാനലിനായി പോയി നമ്മുടെ ഷോറൂമിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ഞാൻ പോകുന്നു. ബൈ ബൈ.